അജപാലകൻ. ഇന്ന് മെയ് മാസം 22 വെള്ളിയാഴ്ച. വിശുദ്ധ കുർബാനയുടെ വായന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 19 മുതൽ. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ലാതെ ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെയും, ഇന്നത്തെ സുവിശേഷത്തിന് സന്ദേശം ആത്മാവിനും സത്യത്തിലും ആരാധന എന്നുള്ളതാണ്. ആരാധന സ്ഥലങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അമിത പ്രാധാന്യം നൽകുന്നത് ഈശോ കുറ്റപ്പെടുത്തുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജെറുസലം മലയിലോ ഗെരിസീം മലയിലോ ആരാധനയ്ക്ക് പോകണമെന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അരൂപിയായ ദൈവം സർവവ്യാപിയാണ്. ആരാധന കർമ്മങ്ങൾ അത് ആരാധന ദൈവകൽപിതമാണെങ്കിൽ അനുഷ്ഠാനങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. നന്മയും സത്യവും നിറഞ്ഞവനാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ജീവിത വിശുദ്ധിയില്ലായ്മയെ ആരാധന കൊണ്ട്, തീർത്ഥാടനം കൊണ്ട് പരിഹരിക്കാനാവില്ല. വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ആരാധന ജീവിതത്തിൽ അതിന് പകരം വയ്ക്കാൻ ആരാധന ക്രമത്തിന് സാധിക്കില്ല. വിഗ്രഹാരാധനയാണ് ഏറ്റവും വലിയ പാപം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നൽകേണ്ട സ്ഥാനം സൃഷ്ടിക്ക് നൽകുമ്പോൾ വിഗ്രഹാരാധനയാണ്. സ്വർണ്ണക്കാള കൊട്ടി ആരാധിച്ച ഇസ്രായേൽക്കാരോട് മോശ കോപിച്ച രീതി നമുക്കറിയാം. സ്വർണ്ണക്കാള കൊട്ടി ഇടിച്ച് തകർത്ത് അരം കൊണ്ട് രാവി പൊടിച്ച് പുറയിലോ വെള്ളത്തെ ഒഴുക്കി വിടുകയുണ്ടായത്. ദൈവത്തെ ആരാധിക്കുവാൻ പരാജയപ്പെടുന്നവൻ വിഗ്രഹങ്ങൾ ആരാധിക്കും. അന്ധവിശ്വാസങ്ങൾ ആരാധനയുടെ കൂടപ്പിറപ്പാണ്. അസാധാരണ കഴിവുള്ളവർക്ക് നൽകുന്ന വീരാരാധന വിഗ്രഹാരാധന മറ്റൊരു രൂപമാണ്. സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, അതിസമ്പന്നർ, ഉന്നത സ്ഥാനങ്ങൾ വിലസുന്നവർ നമ്മുടെ ജീവിതത്തിൽ വേരുറപ്പിച്ചാൽ ദൈവത്തെ മറക്കുവാൻ സാധ്യതയുണ്ട്. ആരാധനാക്രമത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവാദങ്ങൾ വിഗ്രഹാരാധനയുടെ നിഴലാക്കുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ആരാധനാക്രമത്തിൻ്റെ പേരിൽ നടക്കുന്ന തർക്കങ്ങളും നിന്ദ്യമായ പ്രവൃത്തികളും എങ്ങനെയാണ് ദൈവം അംഗീകരിക്കുക? ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ താനുണ്ടാക്കിയ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ചായ കോപ്പ തൻ്റെ പ്രാർത്ഥനയ്ക്ക് അന്യവിചാരം സൃഷ്ടിച്ചപ്പോൾ കോപ്പ തന്നെ തല്ലി ഉടച്ചു കളഞ്ഞ സംഭവം ഓർക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ കാറ്, വീട്, പ്രശസ്തി, സൗന്ദര്യം, പണം തുടങ്ങിയവ മനസ്സിനെ കീഴ്പ്പെടുത്തിയാൽ പ്രസ്തുത വിഗ്രഹങ്ങൾ നിത്യരക്ഷയുടെ കാര്യത്തിൽ തടസ്സം സൃഷ്ടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം.